തമിഴ്നാട്ടിൽ കരൂരിൽ വലിയ റാലി നടത്തി അതിൽ കുറേ പേർ പാവങ്ങൾ മരണപ്പെടുകയുണ്ടായി. പുതിയൊരു പാർട്ടി ഉണ്ടായിരുന്നല്ലോ, ടി.വി.കെ. വിജയുടെ ക്യാമ്പയിൻ ഇൻസിഡൻസ്. തമിഴ്നാട് വെട്രി കഴക്കം എന്ന് പറയുന്ന ലേറ്റസ്റ്റ് ന്യൂസാണ്. വിജയ് റാലീസ് ടെമ്പിൾ ലൈവ് update. Actor Vijay Rally, TVK Rally, Vijay Karur Rally incident, Vijay Karur Rally latest update. ഇപ്പോൾ നടക്കുന്ന പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന് പറയുന്നത് കലൂരിൽ നടക്കുന്ന റാലിയുടെ വൻ ദുരന്തങ്ങളാണ്. ആ ദുരന്തങ്ങളിൽപ്പെട്ട ഒരുപാട് പാവങ്ങളുടെ അവസ്ഥകളാണ് നമുക്കിനി കാണേണ്ടത്. ഈ ഗുരുതരമായി പരിക്കേറ്റ ആശുപത്രി ചികിത്സ തേടിയ ആളുകളുടെ അവർ ഇപ്പോൾ മറ്റൊരു വാർത്ത കൂടി വരുന്നുണ്ട്. 31 പേർ മരിച്ചു എന്ന വാർത്തയാണ്. ഇതിൽ 6 സ്ത്രീകൾ കൂടി ഉൾപ്പെടുന്നുവെന്നാണ് റഹീസ് വെലിച്ചാമിപുരത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. റഹീസ് പറയൂ. റഹീസ് അറിയിച്ച വിവരമാണ് ഈ വെലിച്ചാമിപുരത്തെ വിജയുടെ റാലിക്കിടയിൽ തിക്കിലും തിരക്കിലും പെട്ട് 31 പേർ മരിച്ചു എന്നാണ് വിവരം. 2.5 ലക്ഷത്തോളം ആളുകൾ പങ്കെടുത്തു എന്നാണ് ഇന്ത്യയിലെ RK രാധാകൃഷ്ണൻ പറയുന്നത്. 10,000 പേർ പങ്കെടുക്കും ഈ റാലിയിൽ എന്നായിരുന്നു പോലീസിനെ അറിയിച്ചിരുന്നത്. എന്നാൽ നിയന്ത്രണമെല്ലാം തെറ്റിയ 2.5 ലക്ഷം ആൾക്കാരാണ് ഈ ഒരു ക്യാമ്പയിങ്ങിന് പങ്കെടുത്തത്. എന്നിട്ട് 32 പേര് മരണപ്പെടുകയും അതിൽ കൂടുതൽ ഇനി മരണപ്പെടാൻ സാധ്യതയുണ്ട് എന്നതും ഒരു വാസ്തവമാണ്. വലിയൊരു വൻ ദുരന്തമാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ക്യാമ്പയിനിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനൊരു അപകടം നടക്കുമ്പോൾ അതിന് നേതൃത്വം വഹിക്കുന്നവർ മറഞ്ഞു നിൽക്കുകയും അവർ വെളിച്ചത്ത് വരാതിരിക്കുകയും ചെയ്യുന്ന ഈ ഒരു നാടകങ്ങൾ ഒഴിവാക്കേണ്ട കാലഘട്ടം കഴിഞ്ഞു. അവർ മുൻനിരയിൽ വന്ന് ഇതിന് പ്രശ്നങ്ങളെ പരിഹാരം കാണുക എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിലയിരുത്തൽ. അതിനുവേണ്ടിയാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഇപ്പം ഇത്രയും വലിയ ലഹളയും ഇത്ര രാഷ്ട്രീയ പവറൊക്കെ ഉപയോഗിച്ച് ഇവരെയൊക്കെ ഇങ്ങനെ സാധാരണക്കാരുടെ നെഞ്ചത്ത് കയറാൻ ഇവർക്കാരാണ് അധികാരം കൊടുത്തത്? ഈ ഒഴുകി എത്തിയ ഈ നാമക്കൽ എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് പോലും ആളുകൾ ഇവിടേക്ക് ഈ വേലിച്ചാമിപുരത്തേക്ക് ഒഴുകി എത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2.5 ലക്ഷം ആളുകൾ എത്തിച്ചേർന്നതോടെ ചെറിയൊരു പ്രദേശം വേലിച്ചാമിപുരം എന്ന് പറയുന്ന ചെറിയ പ്രദേശത്തെ ആളുകളെ നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥ വരികയും റാലിക്കിടയിൽ തിക്കും തിരക്കും ഉണ്ടാകുകയും ഈ തിക്കിലും തിരക്കിലും പെട്ടൊരു കുട്ടിയെ കാണാതായി എന്ന വിവരം ലഭിച്ചതോടെ കൂടുതൽ പ്രശ്നങ്ങളാവുകയും വിജയ് പ്രസംഗം അവസാനിപ്പിച്ച് മടങ്ങുകയും ചെയ്തു. ഇതിന് പിന്നാലെ തിക്കിലും തിരക്കിലും വലിയ രീതിയിൽ തിക്കും തിരക്കും ഉണ്ടായി. ഇതിനിടയിലാണ് ഏതാണ്ട് 50ഓളം ആളുകൾക്ക് പരിക്കേറ്റു എന്ന് വാർത്ത വന്നത്. ഇപ്പോൾ ഈ മഹാദുരന്തം കരൂരിലുണ്ടായ ഈ വേലിച്ചാമിപുരം എന്ന് പറയുന്ന കരൂർ ജില്ലയിലെ സ്ഥലത്തുണ്ടായ വൻ ദുരന്തത്തിൽ 32 പേർ മരിച്ചു എന്ന വാർത്തയാണ് വരുന്നത്. 31 പേർ മരിച്ചു എന്ന വാർത്തയാണ് വരുന്നത്. ഇതിൽ 6 സ്ത്രീകൾ ഉൾപ്പെടുന്നു എന്നുള്ളതും സങ്കടകരമാണ്. ഇതിൽ 6 കുട്ടികൾക്ക് പരിക്കേറ്റിരുന്നു. അവരുടെ നില എന്താണെന്ന് ഇനിയും അറിയാൻ കഴിഞ്ഞിട്ടില്ല. ടി.വി.കെ. റാലിക്കിടെയാണ് ഈ അപകടം ഉണ്ടായത്. ഇപ്പോൾ മുഹമ്മദ് റഹീസ് ഈ അപകടം നടന്ന വേലിച്ചാമിപുരത്ത് നിന്നും തത്സമയം ചേരുകയാണ്. റഹീസ്, ഇപ്പോൾ ലഭിക്കുന്ന ലേറ്റസ്റ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ്? നിലവിൽ മരണസംഖ്യ 31 ആയിരിക്കുന്നു. ആ മരണസംഖ്യ ഒരുപക്ഷെ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരം തന്നെയാണ് ഇപ്പോഴും പുറത്തു വരുന്നത്. അതൊരു ഏതാണ്ട് 50 പേരിലധികം ആശുപത്രികൾ ചികിത്സയിലായിരുന്നതിൽ 40 പേരുടെ നില ഗുരുതരമായിരുന്നു. അതിൽ തന്നെയാണ് ഇപ്പോൾ 31 പേർ മരിച്ചിരിക്കുന്നത് എന്ന വിവരം പുറത്തു വരുന്നത്. അതിനപ്പുറത്തേക്ക് അതിൽ 6 സ്ത്രീകൾ ഉണ്ടായിരുന്നു എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. ഈ കൂടുതലായി പരിക്കേറ്റവർ അല്ലെങ്കിൽ ഇത്തരത്തിൽ ബോധരഹിതരായി വീണവർ അധികവും സ്ത്രീകളായിരുന്നു. ഒപ്പം തന്നെ കുട്ടികൾ, അതിൽ 3 കുട്ടികൾ മരിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അതിനപ്പുറത്തേക്ക് 3 പേർ ഇപ്പോൾ നിലവിൽ ICUവിൽ ചികിത്സയിൽ കൂടിയാണ്. അപ്പോൾ അങ്ങനെ 6 കുട്ടികൾക്ക് സാരമായി തന്നെ പരിക്കേറ്റ്, അല്ലെങ്കിൽ അതിൽ 6 കുട്ടികൾ, അതായത് 3 പേർ മരിച്ചു, 3 പേർ ഗുരുതരമായി പരിക്കേറ്റ് ICUവിൽ ചികിത്സയിലാണ്. അവർ ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് നിലവിലും തുടരുന്നത്. നിലവിൽ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വിവരങ്ങളും ഒക്കെയും അത്ര ശുഭകരമായിട്ടുള്ള കാര്യമല്ല. ആ സ്ത്രീകളുടെ മരണസംഖ്യ ഏതാണ്ട് 9 ഉയർന്നിരിക്കുകയാണ്. 9 സ്ത്രീകൾ മരിച്ചു എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. അതിൽ തന്നെ പിന്നീട് കുട്ടികളുടെ എണ്ണം നിലവിൽ 3 എന്ന് തന്നെയാണ് ആശുപത്രിയിൽ നിന്നും സ്ഥിരീകരിച്ചു വരുന്ന കണക്കുകൾ. അപ്പോൾ 16 പുരുഷന്മാർ മരിച്ചു എന്നുള്ള വിവരം കൂടി ഏറ്റവും ഒടുവിലായി
പുറത്തു വരുന്നുണ്ട്. ഈ മരിച്ചവർ സ്ത്രീകളാണോ പുരുഷന്മാരാണോ കുട്ടികളാണോ എന്നുള്ള വിവരമൊക്കെയാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. 31 എന്ന മരണസംഖ്യയാണ് ഏറ്റവും ഒടുവിൽ ആശുപത്രിയിൽ നിന്ന് സ്ഥിരീകരിച്ചു പറയാനും കഴിയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു ഇത്രയും പേർ മരിക്കുന്ന ഒരു വലിയ ദുരന്തമായി അല്ലെങ്കിൽ അത്തരത്തിൽ തന്നെ പറയേണ്ടി വരും ആ ഒരു റാലി മാറിയിരിക്കുകയാണ്. അതിലെ വലിയൊരു ദുരന്തമായിട്ട് തന്നെയാണ് ആ റാലി മാറിയിരിക്കുന്നത്. 31 പേര് മരിച്ചു, 9 സ്ത്രീകൾ മരണപ്പെടുകയുണ്ടായി. കൂടുതൽ മരണസംഖ്യകൾ കൂടാൻ സാധ്യതയുണ്ട്. വേലിപ്പുറത്ത് എന്ന് പറയുന്ന വേലിസ്വാമി എന്ന് പറയുന്ന ഈ ചെറിയ പട്ടണത്തിൽ എന്ത് വിശ്വസിച്ചാണ് ഇത്ര ലക്ഷങ്ങൾ 2 ലക്ഷത്തിൽ ആൾക്കാരെ സംഘടിപ്പിച്ച് അവിടെ ഒരു റാലി സംഘടിപ്പിക്കാൻ വിജയ്ക്ക് പ്രചോദനമായത്? TVK ക്യാമ്പയിൻ എന്ന് പറഞ്ഞ ഈ ഒരു സംഭവത്തിൽ ഒരു ഫാൻസ് അസോസിയേഷൻ്റെ മൂടിൻ്റെ പവർ കൊണ്ട് അവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നത് 32 ജീവനുകളും അവിടെ അപകടപ്പെട്ടിരിക്കുന്ന ആസ്പത്രികളിൽ കഴിയുന്ന പാവങ്ങളുടെ നെഞ്ചത്താണ്. അവിടെയല്ല നിങ്ങളുടെ കലാശക്കൂട്ട് നിർണ്ണയിക്കേണ്ടത്, അവിടെയല്ല നിങ്ങളുടെ ക്യാമ്പയിൻ നിർണ്ണയിക്കേണ്ടത്. പാവപ്പെട്ടവൻ്റെ മനസ്സിനുള്ളിൽ ഒരു ഇത്തിരി മതി നിങ്ങളോട് ദേഷ്യം ഉണ്ടാക്കാൻ. അവരുടെ ജീവിതം വെച്ചിട്ടല്ല പാർട്ടിയെ നിങ്ങൾ എന്തൊക്കെയോ ആണെന്ന് വീമ്പിളക്കിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് വരേണ്ടത്. ഒരു വിജയ് എന്ന് പറയുന്ന ദളപതിയുടെ രാഷ്ട്രീയ വരവിൽ തന്നെ ഇങ്ങനെയൊക്കെ നെഗറ്റിവിറ്റി വന്നാൽ എങ്ങനെ ആ പാർട്ടി നന്നായി പോകും? എങ്ങനെ ആ പാർട്ടി ശുദ്ധമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും? ഈ പാർട്ടി എന്ന് പറയുന്ന പൊളിറ്റിക്സ്, നമ്മുടെയൊക്കെ പഠനങ്ങളിൽ പൊളിറ്റിക്സിൽ ഒരുപാട് അപാകതകളുണ്ട്. ആ പൊളിറ്റിക്സ് അറിയാത്തവർ പൊളിറ്റിക്സിലേക്ക് കയറിയാൽ ഉണ്ടാകുന്ന ഒരുപാട് നിയന്ത്രണങ്ങളില്ലാത്ത വരവാണ് അവർ വരിക. അവർ ആര് രാഷ്ട്രീയം, ഇവ കലാകാരന്മാർക്ക് രാഷ്ട്രീയം പറ്റുണ്ടോ എന്ന് ചോദിച്ചാൽ നോ എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം കലാകാരന്മാർ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ അതിനും വലിയ അപകടമാണ്. ഫാൻസിൻ്റെ എണ്ണം കൂടുമെന്നല്ലാതെ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ചെറിയ നഗരത്തിൽ അവിടെ ഇതിനും ലക്ഷക്കണക്കിന് ആൾക്കാർ വന്നും പോവുകയും ചെയ്യുന്ന അവിടെ നിരങ്ങി അതിനിടയിൽ നിരങ്ങിയ മനുഷ്യർ ഇല്ലാതാകും. ശ്വാസം മുട്ടി മരണപ്പെട്ടും കുട്ടികൾ കാണാതായി മിസ്സിംഗ് കേസ് എല്ലാം കൂടിയാകുമ്പോൾ എല്ലാം വിജയുടെ തലപ്പത്ത് നിൽക്കുന്ന വിജയുടെ തലക്കേക്ക് തന്നെ വരും. വിജയ് മിസ്സിംഗ് ആകേണ്ടി വേണ്ടത് അതിന് നേതൃത്വം നൽകി അതിന് മുന്നിൽ നിൽക്കുകയാണ് വേണ്ടത്. ആ അന്വേഷണത്തിനൊക്കെ കൂട്ടുനിന്ന് വിജയ് ഒളിച്ചോടി ഹെലികോപ്റ്ററിലേക്ക് പറക്കേണ്ട വേണ്ടത്. ഇത് രാഷ്ട്രീയക്കാരൻ്റെ കുതന്ത്ര രീതിയല്ല വിജയ് അവിടെ കാണിക്കേണ്ടത്. നൻപകം എന്നൊക്കെ പറഞ്ഞ് വിജയ് നമ്മളെ പറ്റിക്കുകയാണ്. പാസം കൂടി മനുഷ്യരെ ദ്രോഹിക്കുകയല്ല വേണ്ടത്. വിജയ് പാസം അവിടെ ഉണ്ടാക്കാനല്ല രാഷ്ട്രീയ കളിക്ക്. ഒരു രാഷ്ട്രീയക്കാരനാകുമ്പോൾ മനുഷ്യരെ ആദ്യം മനസ്സിലാക്കണം. മനുഷ്യത്വം എന്താണെന്ന് മനസ്സിലാക്കാതെ ഡയലോഗുകളിലോ പ്രസ്താവനകളിലോ ഒന്നുമല്ല അവരെ കൂട്ടുപിടിക്കുക, അവർക്ക് ജനനീതി വാങ്ങിക്കൊടുക്കുക എന്നല്ലാതെ ഇപ്പം എന്ത് പറയാനാണ് വിജയുടെ രാഷ്ട്രീയ മുഖം പിച്ചിക്കീറാനുള്ള എല്ലാ സാധ്യതയും ഈ ഒരു ഒളിച്ചോട്ടം വിജയ്ക്കുണ്ട്. വിജയുടെ രാഷ്ട്രീയ ഭാവി തകരാനുള്ള എല്ലാ സൂചനയും ഇല്ലേ? അതുകൊണ്ട് തന്നെ പറയാണ്, ഇങ്ങനെയുള്ള രാഷ്ട്രീയ പോക്കും രാഷ്ട്രീയ വരവൊക്കെ മനുഷ്യന് നല്ലതല്ല. മനുഷ്യത്വമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആർക്കും നല്ലതല്ല. രാഷ്ട്രീയമെന്ന് പറയുന്നത് സങ്കോചിപ്പിച്ച് ജനങ്ങളെ ഉന്നയിപ്പിച്ച് ഒരു മതേതരത്തെ ഭൂമിയാക്കാൻ വേണ്ടിയാണ് രാഷ്ട്രീയത്തിലേക്ക് കയറുന്നത്. ആ പൊളിറ്റിക്സിൽ ദുരന്തങ്ങളും ദുരാന്തങ്ങളും കാണുന്ന മനുഷ്യന്മാർക്ക് അതത്ര ദഹിക്കുന്ന കാര്യമല്ല. ഏത് പാർട്ടി ആയട്ടെ, നിലനിൽക്കുന്നവരായാലും ഇനി പുതിയ വരാൻ പോകുന്ന പാർട്ടിയായാലും ആദ്യം ജനങ്ങളുടെ മനസ്സിൽ ഇടം പിടിച്ചിട്ട് മാത്രമേ നിങ്ങൾക്ക് പാർട്ടി എന്ന് പറയുന്ന ചെങ്കോൽ നിങ്ങൾക്ക് ഉയർത്താൻ പറ്റൂ. അതുകൊണ്ട് തന്നെ ആ വിശ്വാസം തകർക്കുന്ന കിട്ടിലുള്ള പ്രവർത്തനങ്ങളാണ് നിങ്ങൾ ആദ്യം മുതലേ ഉണ്ടാക്കുന്നത്. തമ്മിലടിയും കൂട്ടക്കാഴ്ചലുമൊക്കെ മാത്രം ഇതുപോലുള്ള നിസ്സഹായകമായ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെടുകയും ഇതുപോലുള്ള ദുരന്തങ്ങളിൽ എന്താണ് ഇവരോട് നിങ്ങൾക്ക് ഉത്തരം പറയാനുള്ളത്? ഇവരുടെ ജീവിതത്തിൻ്റെ ഇവരുടെ കുടുംബങ്ങളെയല്ല ഇവർക്ക് നഷ്ടപ്പെടുന്നത്. അതിന് നിങ്ങൾ എന്ത് മറുപടിയാണ് മിസ്റ്റർ വിജയ് പറയാനുള്ളത്? വിജയ് എന്ന് പറയുന്ന താരത്തെ നമ്മൾ ആരാധിച്ച നമ്മളും ഫാൻസ് തന്നെയാണ്.
ഞാനൊക്കെ വിജയുടെ സിനിമകൾ കാണുന്നവർ തന്നെയാണ്, വിജയെ ഇഷ്ടപ്പെട്ടവരാണ്. പക്ഷേ അങ്ങനെ തിങ്ങിത്തിരിങ്ങി കാണണ്ട, വിജയെ പെട്ടെന്ന് കാണുക പോവുക, അങ്ങനെയുള്ള രീതിയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അല്ലാതെ തിങ്ങി നിറഞ്ഞ് ഒരാളെ ശ്വാസം മുട്ടിച്ച് കാണാനൊന്നും ആഗ്രഹമൊന്നുമില്ല. കാണാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ടോ അദ്ദേഹം തന്നെ പറയണം. അല്ലാതെ വെറുതെ ഇങ്ങനെ അയാളെ തേടി പോകുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അയാൾ ഫാൻസായിട്ട് പോയിട്ട് ആ ഒരു ക്യാമ്പയിനിൻ്റെ ഭാഗമാണെന്നൊക്കെ പറഞ്ഞിട്ട് ജനങ്ങളെ 32 പേര് മരണപ്പെട്ടെങ്കിൽ ഇനി 39 എന്ന് തന്നെ പറയാം. അതിൻ്റെ സംഖ്യ കൂടും. അത്തരം ലക്ഷങ്ങളാണ് അവിടെ പറഞ്ഞത്. അത് കണ്ടിരിക്കുന്ന നമുക്ക് എത്ര സങ്കടമുണ്ടാകും. അത് വേദനകരമായ ചിന്തഗതി തന്നെയാണ്. മനുഷ്യത്വപരമല്ല, മനുഷ്യത്വമായ ഒരു രാഷ്ട്രീയ രീതിയായിരുന്നില്ല വിജയുടേത് എന്ന് പറയാൻ എനിക്ക് തോന്നുന്നു.